നമുക്ക് തുടങ്ങാം. അപ്പോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കച്ചൻ ശുക്രാചാര്യനെ സമീപിച്ചത് ഏത് വിദ്യ അഭ്യസിക്കാനാണ്? മൃതസഞ്ജീവനി. ശരി ഉത്തരം. ഇക്ഷ്വാകുവിന്റെ പത്നി. അലംബുഷ. ശരി ഉത്തരം. ഭൂമിയിൽ പിറന്ന അഷ്ടവസുക്കളുടെ മാതാവ് ആരാണ്? ഗംഗ. ശരി ഉത്തരം. ഋഷ്യശൃംഗന്റെ പിതാവ് ആരാണ്? ഋഷികൻ. വിവാണ്ടകൻ. ശരി ഉത്തരം. യമരാജാവ് ആരുടെ ശാപത്താലാണ് വിതുരനായി ജനിച്ചത്? സ്കിപ്പ്. അടുത്ത ചോദ്യം. ദേവഗുരുവായ ബൃഹസ്പതിയുടെ സങ്കല്പത്താൽ ജനിച്ച വാനരൻ. സ്കിപ്പ്. അടുത്ത ചോദ്യം. കൃപാചാര്യരുടെ പിതാവ് ആരാണ്? കശ്യപൻ. തെറ്റുത്തരം. ഇന്ദ്രന്റെ ബ്രഹ്മഹത്യാപാപത്തിലെ മാലിന്യങ്ങൾ കഴുകിക്കളഞ്ഞ ദേശങ്ങൾ ഏതൊക്കെയാണ്? മലദന്തരുഷം. ശരി ഉത്തരം. തപതി സംവരന്മാരുടെ പുത്രൻ ആരാണ്? കുരു. ശരി ഉത്തരം. കുശനാഭന്റെ മാതാവ് ആരാണ്? ശക്തി മഹർഷി നരഭോജിയായി തീരാൻ ശാപം നൽകി ശപിച്ചത് ആരെയാണ്? കൽമശവാദൻ. ശരി ഉത്തരം. ജഡായുവിന്റെ പിതാവ് ആരാണ്? അരുണൻ. ശരി ഉത്തരം. അല്ല, ടൈം അപ്പായി. അരുണ് ശരിയാണ്. കറക്റ്റ് 0 ആയപ്പോഴാണ്, അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. കറക്റ്റ് ആ സ്പോട്ടിലായിരുന്നു. ഓക്കെ, അപ്പം നിങ്ങൾ എത്ര ചോദ്യം അറ്റൻഡ് ചെയ്തു എന്നറിയോ? 12 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്തു. എത്ര ശരി ഉത്തരം നൽകിയെന്നറിയോ? 8 ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. 1 തെറ്റുത്തരം, ബാക്കി സ്കിപ്പ് ചെയ്തു. കൺഗ്രാറ്റുലേഷൻസ്. കൃപാചാര്യരുടെ പിതാവ് ആരാണ്? ചിലപ്പോ ആലോചിച്ച കിട്ടും. ഇനി ശരദ്വാനാണ് ശരി ഉത്തരം. ഏതാ? 5. യമരാജാവ് ആരുടെ ശാപത്താലാണ് വിതുരനായി ജനിച്ചത്? മാണ്ഡവ്യ മഹർഷി. 6. ദേവഗുരുവായ ബൃഹസ്പതിയുടെ സങ്കല്പത്താൽ ജനിച്ച വാനരൻ താരൻ. അയ്യോട. 10ാമത്തത്. കുശനാഭന്റെ മാതാവ് ആരാണ്? വൈദർഭി. ഓക്കെ, എല്ലാം അറിയായിരുന്നു അല്ലേ? ക്ലിയർ ആയല്ലോ. 80 മാർക്കാണ് ലഭിച്ചിരിക്കുന്നത്.